ഹലോ ഗായ്സ്, ഇന്ന് കാർഡ്ബോർഡൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ കുറേ നാളത്തെ ഒരു ക്യൂരിയോസിറ്റി തീർക്കാൻ വന്നതാണ്. ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മെനക്കെടാൻ കഴിയാത്തത് കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ല ക്ഷമ വേണ്ട കേസാണല്ലോ. എനിക്കത് തീരെ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഞാൻ വിചാരിച്ച പോലെ പാടൊന്നുമല്ലായിരുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ദാണ്ട് ഈ ഷേപ്പിൽ ഈ കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഒരെണ്ണം മാത്രമല്ല, ഒരു 10 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇത് വെച്ച് ഞാനൊരു ചെറിയ ബ്രെഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ 2 എടുത്ത് ഒരുമിച്ച് ഒട്ടിച്ചു. അപ്പോൾ ഇച്ചിരി സൈസുള്ള ബ്രെഡ് ആവുമല്ലോ. എന്നിട്ട് കുറച്ച് കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് സ്കെച്ച് പെൻ എടുത്ത് വെച്ച് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ കരിഞ്ഞു പോയ പോലെ. ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ്, പക്ഷേ ടോസ്റ്റ് ചെയ്തപ്പോൾ കരിഞ്ഞു പോയ പോലെ ഉണ്ട്. എൻ്റെ മാർക്കർ കണ്ടില്ല അല്ലേ? മാർക്കർ വെച്ച് ചെയ്യുന്നതായിരുന്നു എളുപ്പം. അങ്ങനെ ഞാൻ ഒരു പോർഷൻ ഫുള്ള് ഇത് ചെയ്തു, ഒരു പോർഷനിൽ കുറച്ച് പെയിൻറ്റ് ചെയ്തു. അപ്പോഴാണ് അമ്മ ചക്ക വറുത്തത് കൊണ്ട് വന്നത്. എന്നാൽ പിന്നെ അത് കഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ബാക്കി പണി ചെയ്യാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. നല്ല മഴ, ചക്ക വറുത്തത്, ക്രാഫ്റ്റ്, ആഹാ നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്ത് അതിനകത്ത് വെക്കുന്ന രീതിയിൽ സൈസ് കുറവാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് അകത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇത് നമുക്ക് മറ്റേ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുക. അതായത് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ എഴുതി നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ പേരൻസിനും ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ചുമ്മാ ഒരു സാമ്പിളല്ലേ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കുറച്ച് പോസിറ്റീവ് സാധനങ്ങളൊക്കെ, കീപ് സ്മൈലിങ്, അങ്ങനത്തെ കുറച്ച് യുവർ യുണീക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചു. അങ്ങനെ നമ്മുടെ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എല്ലാം ഇവിടെ റെഡിയാണ് ഗൈസ്. 5 ബ്രെഡേ ഉള്ളൂ, മിനി പാക്കാണ്. അതെല്ലാം കൂടെ ഞാൻ ഒരു കവറിലിട്ടു. അത് റിബൺ വെച്ച് കെട്ടി. ഹോസ്റ്റലിന് അവിടെ ഇതുപോലെ ചെറിയ ബ്രെഡ് കിട്ടുമായിരുന്നു. അതാ ഓർമ്മ വന്നത്. അപ്പോൾ ഓക്കെ, ബൈ.